കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. സ്തോത്രം. നമ്മുടെ ഈ കൺവെൻഷൻ യോഗങ്ങളും എല്ലാം വിശ്വാസത്താലാണ് നടത്തപ്പെടുന്നത്. സ്തോത്രം. കാണുന്നതൊക്കെ താൽക്കാലികമാണ്, നിത്യമായതൊന്നും കാണാത്തതാണ്. അങ്ങനെയാണെങ്കിൽ ഈ 15ാമത് കൺവെൻഷൻ യോഗത്തിൽ നാം കാണാത്ത, നാളിതുവരെ കാണാത്ത ചില അത്ഭുതങ്ങൾ സ്വർഗം വെളിപ്പെടുത്തുവാനിടയായി തീരും. രാവിലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ തന്ന ഒരു വചനം ഇങ്ങനെയാണ്: ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ കൈപ്പത്തി പോലൊരു മേഘം പൊങ്ങുകയും 3.5 വർഷക്കാലം ക്ഷാമം കൊണ്ട് നിറഞ്ഞ രാജ്യത്തെ ഫലപുഷ്ടിയാക്കി തീർത്തതുപോലെ നാളിതുവരെ സ്തോത്രം ഈ ദേശത്ത് വെളിപ്പെടാതിരുന്നതായ നന്മകളും അനുഗ്രഹങ്ങളും ഈ കൺവെൻഷൻ യോഗത്തിലൂടെ ദൈവം വെളിപ്പെടുത്തുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഏലിയാവിൻ്റെ പ്രാർത്ഥനയിൽ അവൻ കൈപ്പത്തി പോലെയാണ് ഒരു മേഘം കണ്ടതെങ്കിലും ഏലിയാവ് പറഞ്ഞത് എങ്ങനെയാണ്? ആഹാബിനോട് രഥം പൂട്ടി വേഗത്തിൽ കൊട്ടാരത്തിൽ പോകാൻ പറയുക, ഞാനൊരു വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നു. ഈ പ്രാരംഭ ദിവസം തന്നെ ഞങ്ങൾ സ്തോത്രം വലിയ ദൈവപ്രവൃത്തികൾ പ്രതീക്ഷിച്ചാണ് ഇന്ന് പകൽ രാത്രി ആയിരിക്കുന്നത്. സ്തോത്രം. എന്നെ ഭരമേൽപ്പിച്ചതായ തിരുവചനത്തിൽ നിന്ന് ഇന്ന് രാത്രി സംസാരിക്കുമ്പോൾ ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം എന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത് വാക്യം വായിച്ചാട്ടെ. മതി. സ്തോത്രം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. 4-ാമത്തെ സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമാണ്, നമുക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം. അതിൽ 7-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറഞ്ഞ ഒരു തിരുവചനമാണ് ഇന്ന് രാത്രി ചിന്തയ്ക്ക് ആധാരമായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുവാനിടയായത്. ഇതിങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. സ്തോത്രം. വളരെ ശ്രദ്ധയോടെ ആയിരിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ദാവീദ് പറയുന്നത്, ഈ ലോകത്ത് അല്ലെങ്കിൽ ഇസ്രായേൽ രാജ്യത്തിലുള്ളതായ സകല വ്യക്തികളുടെയും ജീവിതത്തിൽ ധാന്യം വർദ്ധിക്കുമ്പോൾ, വീഞ്ഞ് വർദ്ധിക്കുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടാകാറുണ്ട്. എന്നാൽ ദൈവം എൻ്റെ ഉള്ളിൽ തന്നത് ധാന്യത്തെയോ വീഞ്ഞിനെയോ നോക്കിക്കൊണ്ടല്ല, അതിനേക്കാൾ ഉപരിയായൊരു സന്തോഷം എൻ്റെ ഹൃദയത്തിൽ ദൈവം നൽകിയിരിക്കുന്നു എന്നാണ് ദാവീദ് പറഞ്ഞത്. നമുക്കറിയാം, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 3-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ പ്രവാചകൻ ഇപ്രകാരമാണ് പറയുന്നത്: അവർ നിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു എന്നാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമക്കൾ സന്തോഷിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ പ്രവാചകൻ പറയുന്നത് ഇങ്ങനെയാണ്: കൊയ്ത്തുകാലത്ത് കൊയ്ത് അവർ തങ്ങളുടെ ധാന്യം അവരുടെ കളപ്പുരിയിൽ കൊണ്ടിടുമ്പോൾ അല്ലെങ്കിൽ കളത്തിൽ കൊണ്ടിടുമ്പോൾ അത് കണ്ട് അവർക്കും അവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും കഴിപ്പാനുള്ള ധാന്യം ഞങ്ങളുടെ കളപ്പുരയിൽ എത്തിയല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് അവർ തുള്ളിച്ചാടുമ്പോൾ ദാവീദ് പറയുന്നു, അതല്ല എനിക്ക് ദൈവം തന്ന സന്തോഷം, ദൈവം എനിക്ക് തന്ന സന്തോഷം മറ്റൊരു സന്തോഷമാണ്. 126-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്: വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്ന് ആർത്തും കൊണ്ടുവരുന്നു. ഏതെങ്കിലും വ്യക്തിയുടെ തലയിൽ വിത്തുണ്ടോ? ആമേൻ, സ്തോത്രം. അവൻ്റെ കണ്ണിൽ കണ്ണുനീര് കാണുവാൻ കഴിയും. എന്നാൽ ഏതെങ്കിലും വ്യക്തിയുടെ തലയിൽ കറ്റ നീ കാണുമ്പോൾ അവൻ്റെ കണ്ണിൽ കണ്ണുനീരല്ല, ആനന്ദം നമുക്ക് കാണാൻ കഴിയുന്നു. കാരണം എന്തെന്നറിയാമോ? അവൻ്റെ ഉപജീവന മാർഗത്തിൽ അല്ലെങ്കിൽ അവൻ്റെ ശരീരരക്ഷയ്ക്കുള്ളതായ കാര്യാദികൾ അവന് ലഭിക്കുമ്പോൾ അവൻ്റെ ഹൃദയം എന്തെന്നില്ലാതെ ആനന്ദിക്കുവാനിടയായി തീരും. പക്ഷേ നമ്മുടെ കുറിവാക്യം നമ്മൾ മറക്കരുത്. അതല്ല ദാവീദിൻ്റെ ഹൃദയത്തിലെ സന്തോഷം. അവൻ്റെ ഹൃദയത്തിൽ ദൈവം മറ്റൊരു സന്തോഷം കൊടുത്തെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. നാം തിരുവചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് യാഥാർത്ഥ്യവും നിലനിൽക്കുന്നതുമായ സന്തോഷം ദൈവം നൽകുന്നു. ഉലകത്തിലെ മനുഷ്യൻ തരുന്ന സന്തോഷങ്ങളും മനുഷ്യൻ തരുന്ന സമാധാനങ്ങളെല്ലാം താൽക്കാലികമാണ്. എന്നാൽ നിലനിൽക്കുന്ന സന്തോഷവും നിലനിൽക്കുന്ന സമാധാനവും നമുക്ക് തരാൻ കഴിവുള്ളത് പ്രപഞ്ച സൃഷ്ടാവായ ദൈവം മാനവകുലത്തിന് കൊടുത്ത നിത്യമായ സമാധാനമുണ്ട്, നിത്യമായ സന്തോഷമുണ്ട്. അതാണെന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ദാവീദിൻ്റെ ഹൃദയത്തിൽ കൊടുത്ത സന്തോഷം എന്താണ് എന്നതിനെക്കുറിച്ച് തിരുവചനത്തിലൂടെ ചില സമയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ഞാൻ കർത്താവിൽ
ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണമേ. എന്താണ് ദാവീദിൻ്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത സന്തോഷം? മാനവ കുലത്തിന് ധാന്യവും വീഞ്ഞും വർദ്ധിച്ച് അവർ സന്തോഷം കൊണ്ടും ആഹ്ലാദം കൊണ്ടും ആനന്ദിക്കുമ്പോൾ അതൊന്നും ദാവീദിൻ്റെ ഹൃദയത്തിൽ ഒരു സന്തോഷമായി മാറാതെ എന്ത് സന്തോഷമാണ് ദൈവം കൊടുത്തത്? നമ്മുടെ സമൂഹത്തിൽ നാം നോക്കാമെങ്കിൽ ഈ കാലഘട്ടത്തിൽ അനേകർക്ക് സാമ്പത്തികമാണ് മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത്. ദൈവികമായ ആത്മീകമായ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കാതെ ഭൗതികമായ നേട്ടങ്ങളുടെ പുറകെ ഓടുന്നവർ വളരെ ശ്രദ്ധിക്കണമെന്ന് രാത്രി ഞാൻ തിരുവചനത്തിൽ നിന്ന് പ്രാരംഭമായിട്ട് ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്. ഒന്ന് വായിക്കാം. 51-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യത്തിലാണ് ദാവീദിന് ദൈവം കൊടുത്ത സന്തോഷത്തെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നു, വളരെ ശ്രദ്ധിച്ചാലും. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. മതി, സ്തോത്രം. ഇവിടെ ദാവീദ് 7-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്നു. 51-ാം സങ്കീർത്തനത്തിൽ 12-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്, നിന്റെ രക്ഷയുടെ സന്തോഷം നീ എനിക്ക് തിരികെ തരണമേ. സ്തോത്രം. അപ്പോൾ ധാന്യത്തെക്കാൾ വീഞ്ഞിനേക്കാൾ സാമ്പത്തിക നേട്ടങ്ങളെക്കാൾ നമ്മുടെ ഉള്ളത്തിൽ വരേണ്ട സന്തോഷം രക്ഷയുടെ സന്ദേശമാണ്. സ്തോത്രം. ഏത് സന്തോഷമാണ് നമ്മുടെ ഉള്ളത്തിൽ വരേണ്ടത്? രക്ഷയുടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ വരണം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥ സന്തോഷം നിന്റെ സാമ്പത്തികവും വസ്ത്രവും ഭവനവും നിന്റെ വസ്തുവകകളുമല്ല, നിന്റെ വാഹനങ്ങളല്ല, നിന്റെ പ്രൗഢികളല്ല, പ്രത്യുത നിന്റെ സന്തോഷം, യഥാർത്ഥ സന്തോഷം, രക്ഷിക്കപ്പെട്ട രക്ഷയുടെ സന്തോഷം എന്ന് നിന്റെ ഉള്ളത്തിൽ വരുമോ അന്ന് മാത്രമേ നിനക്കൊരു യഥാർത്ഥ സന്തോഷം ലഭിക്കത്തുള്ളൂ. ഈ തിരുവചനത്തിൽ നിന്നുകൊണ്ട് എന്താണ് രക്ഷ? രക്ഷ നഷ്ടപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും? രക്ഷയുടെ സന്തോഷം എന്ത് എന്ന 3 വിഷയത്തെക്കുറിച്ചാണ് ചുരുങ്ങിയ സമയം കൊണ്ട് തിരുവചനത്തിലൂടെ ചിന്തിപ്പാൻ ഞാൻ ശരണപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ വിഷയം ഞാൻ വിഭാഗിക്കുന്ന സമയത്ത് ആദ്യം എന്താണ് രക്ഷ, രണ്ടാമത് രക്ഷയുടെ സന്തോഷമെന്ത്, 3 രക്ഷ നഷ്ടപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും എന്നാണ് യഥാർത്ഥത്തിൽ ആ വിഷയം ക്രമീകരിക്കേണ്ടത്. പക്ഷേ മൂന്നാമത് രക്ഷ നഷ്ടപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും എന്നുള്ള വിഷയം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ നിരാശയോടെ പോകേണ്ടി വരും. അതുകൊണ്ട് അത് രണ്ടാമത് വെച്ചിട്ട് രക്ഷയുടെ സന്തോഷം മൂന്നാമത് വെച്ചതിൻ്റെ പിന്നിൽ നിങ്ങൾ ഈ സുവിശേഷ മഹായോഗം കഴിയുമ്പോൾ പ്രാരംഭ ദിവസം സന്തോഷത്തോടെ പോകണമെന്നാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഒന്ന്, എന്താണ് രക്ഷ? രക്ഷ എന്ന വാക്കിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, സാൽവേഷൻ. സാൽവേഷൻ എന്ന വാക്കിൻ്റെ മലയാള അർത്ഥം ഇങ്ങനെയാണ്, മോക്ഷം അഥവാ മുക്തി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. രക്ഷ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന മൂലഭാഷയിൽ എബ്രായ പദം എന്ന് പറയുന്നത് യാസ എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഇങ്ങനെയാണ്, ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, തടസ്സങ്ങൾ മാറ്റി ഇടം ഉണ്ടാക്കി വികസനം നൽകുക എന്നുള്ളതാണ് ആ പദത്തിൻ്റെ അർത്ഥം. രക്ഷയുടെ അർത്ഥം എന്താണ്? സ്തോത്രം. തടസ്സങ്ങൾ മാറ്റി ഇടം ഉണ്ടാക്കി വികസനം നൽകുക, ചുരുക്കി പറഞ്ഞാൽ സുരക്ഷിതത്വം തരിക എന്നുള്ളതാണ് രക്ഷയുടെ യഥാർത്ഥ മൂലഭാഷയിലെ അർത്ഥം. സ്തോത്രം. അതായത് നമ്മുടെ റോഡൊക്കെ ഒരു കാലഘട്ടത്തിൽ വളരെ കുണ്ടും കുഴിയും നിറഞ്ഞു കിടന്നതായിരുന്നു. നമ്മുടെ വാഹനങ്ങൾ ഓട്ടിക്കാനോ നടന്നു പോകാനോ കഴിയാത്ത സാഹചര്യങ്ങളിലായിരുന്നു. ഇപ്പോൾ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും നന്നായി ടാർ ചെയ്തതുകൊണ്ട് സുഗമമായിട്ട് നമുക്ക് യാത്ര ചെയ്യുവാൻ കഴിയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ അർത്ഥം. അതായത് ഒരു തടസ്സവും ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്നതിൻ്റെ പേരാണ് രക്ഷ അഥവാ മുക്തി, അതായത് മോക്ഷം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രക്ഷിക്കപ്പെടുക എന്ന വാക്കിൻ്റെ അർത്ഥം സുരക്ഷിതമാകുക എന്നാണ്. അതായത് യോഹന്നാൻ്റെ 3-ാമത്തെ ലേഖനം 2-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭം ആയിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്നാണ് യോഹന്നാൻ്റെ പ്രാർത്ഥനയും ഉപദേശവും. അതായത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളായ നമ്മുടെ ആത്മാവ് സുരക്ഷിതത്വമാണ്. എന്നാൽ ആ സുരക്ഷിതത്വവും സന്തോഷവും മാത്രം പോരാ, പ്രത്യുത സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ സകല
കാര്യങ്ങളിലും സുഖമായും ഇരിക്കണമെന്നുള്ളതാണ് രക്ഷ കൊണ്ടർത്ഥമാക്കുന്നത് എന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. ആമേൻ സ്തോത്രം. ഇത് മാത്രം പറഞ്ഞാൽ രക്ഷ പൂർത്തിയാകത്തില്ല. ഒന്നുകൂടെ പറഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥമായ ഒരു അർത്ഥം നമുക്ക് പിടികിട്ടത്തുള്ളൂ. ആമേൻ സ്തോത്രം. രക്ഷ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് പിടികിട്ടിയെങ്കിലും ആരാണ് രക്ഷകൻ എന്നതുകൂടെ പ്രാരംഭത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞതുപോലെ റോഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടു. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും BWD കാരാണ് ഇവിടുത്തെ രക്ഷകരെന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിരിക്കാം ചിലരെ. അതല്ല, യഥാർത്ഥത്തിൽ രക്ഷകൻ ആരാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തിയ ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം എന്നുള്ളത്. ഈ സത്യവേദ പുസ്തകത്തിനകത്ത് ആമേൻ സ്തോത്രം വെളിപ്പെടുത്തിയിരിക്കുന്നതായ രക്ഷകൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവളൊരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. അവിടെ വായിക്കുന്നത് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അതായത് ആമേൻ സ്തോത്രം, ഒരു സുരക്ഷിതത്വം നിനക്ക് വേണമെങ്കിൽ, അല്ല സുഗമമായ ഒരു യാത്ര നിന്റെ കുടുംബത്തിനകത്ത് വേണമെങ്കിൽ, ഒരു ദൈവികമായ സമാധാനം നിന്റെ കുടുംബത്തിനകത്ത് വേണമെങ്കിൽ ആ രക്ഷകനായ യേശു ക്രിസ്തുവിനെ ഇന്ന് രാത്രി അംഗീകരിക്കുന്നവർക്ക് മാത്രമേ ഈ സുഗമമായ ജീവിതം നയിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ഈ തിരുവചനം വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നത്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. ഇന്ന് രാത്രി ദേശത്തോട് വിളിച്ചു പറയട്ടെ, ആമേ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഈ ഉലകത്തിൽ വന്ന ഒരുവൻ മാത്രമേയുള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന ആമേ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ആമേ യേശു എന്ന വാക്കിന്റെ അർത്ഥം സുരക്ഷിതത്വം തരുന്നവനെന്നാണ്. നീ ഇന്ന് രാത്രി ആയിരിക്കുന്ന ഞെരുക്കത്തിന്റെ, ഇടുക്കത്തിന്റെ, പ്രതികൂലത്തിന്റെ ആമേ സ്വത്ര അവസ്ഥയിൽ നിന്ന് നിനക്ക് മാറ്റം തന്ന് സുഗമമായി നിന്നെ നടത്തുവാൻ ഉലകത്തിൽ ക്രിസ്തു യേശുവിനല്ലാതെ മറ്റൊരുത്തനും കഴിയത്തില്ല. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. ഈ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിന്റെ നാമമാണ്. എന്തുകൊണ്ടാ ലോകത്തിൽ എല്ലാവരും യേശുവിന്റെ പുറകെ പോകുന്നതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം യേശുവിൽ മാത്രമേ സമാധാനമുള്ളൂ, യേശുവിൽ മാത്രമേ സുരക്ഷിതത്വമുള്ളൂ, യേശുവിൽ മാത്രമേ നിത്യജീവനുള്ളൂ, യേശുവിലൂടെ മാത്രമേ മരണാനന്തരം നമുക്ക് നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. അല്ലാതെ വെറുതെ പോകുന്നതല്ല. പ്രത്യുത ചിലത് ഉള്ളത് കൊണ്ടാണ് അനേകർ ഈ കാലഘട്ടത്തിൽ യേശുവിൻ്റെ പിന്നാലെ വരുന്നത്. നീണ്ട 26 വർഷം കൊണ്ട് യേശുവിനെ ഞാനും ഫോളോ ചെയ്യുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യം ആമേ സ്തോത്രം, എന്നെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഉലകത്തിൽ യേശുവിന് മാത്രമേ കഴിഞ്ഞുള്ളൂ. മറ്റു പലതിലും ആശ്രയിച്ചിട്ടും ഒരു രക്ഷയും ഇല്ലാതിരുന്നപ്പോൾ യേശുവിൽ വിശ്വസിച്ചപ്പോൾ പാപമോചനം ലഭിച്ചു, സന്തോഷം ലഭിച്ചു, സമാധാനം ലഭിച്ചു. അതുകൊണ്ടാണ് യേശുവിനെ ഈ സ്റ്റേജിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, മറ്റൊരുത്തനിലും ഈ രക്ഷ നിനക്കില്ല, ഈ രക്ഷ യേശുവിലൂടെ മാത്രമെന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് നാം ഈ രക്ഷ കരസ്ഥമാക്കേണ്ടത്? റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 9-10 വേദഭാഗങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. വിശുദ്ധ റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-10 വേദഭാഗങ്ങൾ. യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇവിടെ വായിക്കുന്നത്, ഈ രക്ഷ നിനക്ക് വേണമെങ്കിൽ, ഈ രക്ഷ കരസ്ഥമാക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നു എങ്കിൽ തിരുവചനം പഠിപ്പിക്കുന്നത് യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ടേറ്റു പറയണം. ഇന്ന് രാത്രി എൻ്റെ പ്രസംഗം കേൾക്കുന്ന ആരെങ്കിലും യേശുവിനെ നിന്ദിക്കുന്നെങ്കിൽ, യേശുവിനെ പരിഹസിക്കുന്നെങ്കിൽ, മറ്റെന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഇതിനെക്കുറിച്ച് നിനക്കുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ അതിനെ മാറ്റിയിട്ട് ഹൃദയത്തിൽ നീ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നിന്റെ വായ് കൊണ്ട് നീ യേശുവിനെ ഏറ്റുപറയുകയും ചെയ്യണം. പെന്തക്കോസ്തുകാർ ആരാധിക്കുന്ന അന്യഭാഷയിൽ ആരാധിച്ചപ്പോൾ
കോമഡി പാട്ട് പാടിക്കൊണ്ട് നടന്ന ആളാണ് ഞാൻ. ഈ മാർഗത്തെ വളരെയധികം പുച്ഛിച്ച ഒരു മനുഷ്യനാണ്. എന്നാൽ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ എൻ്റെ ജീവൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമെന്നുള്ള കണ്ടീഷൻ വന്നപ്പോൾ, അന്ന് അന്വേഷിച്ചപ്പോൾ ആർക്കും ഞാൻ സേവിച്ച എൻ്റെ പഴയ ജീവിതത്തിലുണ്ടായിരുന്ന യാതൊരു ശക്തികൾക്കും എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അന്ന് ഞാൻ യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചപ്പോൾ യേശു എന്നെ രക്ഷിച്ചു, മരണത്തിൽ നിന്ന് നീക്കുപോക്കി ഇന്നും നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ സാരമെന്തെന്ന് ചോദിച്ചാൽ, നിന്റെ ഹൃദയത്തിനകത്ത് ഈ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച നിന്റെ നാവ് കൊണ്ട് ഈ യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞാൽ, നീ എത്ര കൊടും പാപിയായിരുന്നാലും, നിന്റെ പാപങ്ങൾ രക്താംബരം പോലെ ചുവപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിച്ച് നിന്നെ മാറ്റിമറിച്ചൊരു പുതിയ സൃഷ്ടിയാക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് 2026 ജനുവരി മാസം 2-ാം തീയതി വൈകുന്നേരത്ത് ഈ ദേശത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ഉയർത്തുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. എത്ര കൊടും പാപം ചെയ്ത വ്യക്തിയെയും ശുദ്ധീകരിക്കാൻ കഴിവുള്ള ഉലകത്തിലൊരു രക്തമുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന ശ്രീയേശുവിൻ്റെ രക്തം മാത്രമാണ്. ഉലകത്തിലെ സകല മഹാന്മാരുടെ രക്തങ്ങളും നിശ്ചലമായി കിടക്കുമ്പോൾ ഇന്നും ലോകത്തോട് സംസാരിക്കുന്ന ഒരു രക്തമുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ രക്തമാണ്. അവൻ്റെ രക്തം ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ്റെ രക്തം ഇന്നും പാപമോചനം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തെളിവുകൾ നിരത്തുവാൻ ഞങ്ങളുടെ പക്കൽ നിരവധിയുണ്ട്. എൻ്റെ ജീവിതാനുഭവത്തിൽ നിരവധിയുണ്ട്. ഇവിടെ ഇരിക്കുന്ന കർത്തൃദാസന്മാരുടെ മധ്യത്തിൽ നിരവധിയുണ്ട്. നിസ്സാരമല്ല യേശുവിൻ്റെ രക്തം. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഒരു രക്തമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ രക്തമാണ്. ഹാബേലിൻ്റെ രക്തം സ്തോത്രം ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം പ്രതികാരത്തിനായി ഇറങ്ങി വന്നു. യേശുവിൻ്റെ രക്തം ദൈവത്തോട് നിലവിളിച്ചപ്പോൾ മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി അവൻ ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി സകല രക്തങ്ങളും പക വീട്ടാൻ നോക്കുമ്പോൾ യേശുവിൻ്റെ രക്തം മാത്രമാണ് പക വീട്ടാനല്ല, വീണ്ടും നിന്നെ ദൈവത്തോട് അടുപ്പിക്കുവാൻ, സ്നേഹിക്കുവാൻ ഇന്നും ഉലകത്തിൽ ജീവിക്കുന്ന ജീവനുള്ളൊരു രക്തമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ്. അതുകൊണ്ട് യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യണം. ഇന്ന് രാത്രി ദേശത്തോട് എനിക്ക് പറയുവാനുള്ളത്, നിനക്ക് രക്ഷയുണ്ട്, നിന്റെ കുടുംബത്തിനൊരു വിടുതലുണ്ട്. പലയിടത്തും പോയിട്ടും രക്ഷയും സമാധാനവും ഇല്ലാതിരിക്കുമ്പോൾ നിനക്കൊരു സമാധാനമുണ്ട്. നിന്റെ ഞെരുക്കത്തിൻ്റെ ഇടുക്കത്തിൻ്റെ അവസ്ഥകൾ മാറി ഒരു വിശാല വഴി നിനക്ക് വേണ്ടി ദൈവം തുറന്നു തരും. പക്ഷേ നീ ഇന്ന് രാത്രിയിൽ എൻ്റെ കർത്താവിനെ എന്ത് ചെയ്യണം? വായ് കൊണ്ടേറ്റു പറയണം. സ്തോത്രം. അതിനായി ദൈവം നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ രക്ഷയുടെ ഭാഗത്ത് നിന്ന് മാറിയിട്ട് രക്ഷ നാം നഷ്ടപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും എന്നുള്ള വിഷയം തിരുവചനത്തിലൂടെ ഇന്ന് രാത്രി ഞാൻ സംസാരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. കാരണം പല ഇടങ്ങളിലും പലരെയും നാം പരിശോധിക്കുമ്പോൾ പലരും പറയുന്നത് ഇങ്ങനെയാണ്: രക്ഷ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല, ഒരിക്കൽ പ്രാപിച്ച രക്ഷ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. താമേ സ്വത്രം രക്ഷാശാസ്ത്രം നാം പഠിച്ചു കഴിഞ്ഞാൽ രക്ഷ ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് താൻ പ്രാപിച്ച രക്ഷയെ നഷ്ടപ്പെടുത്തി കളയാമെന്ന് ഈ പുസ്തകത്തിൽ ഒത്തിരി തെളിവുകളുണ്ട്. എല്ലാം പറയുവാനുള്ള സമയം എൻ്റെ മുൻപിലില്ലെങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് സ്വത്രം തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വത്രം ദാവീദ് ആ വാക്യത്തിൽ സ്വത്രം പറയുന്നൊരു വാക്യമുണ്ട്. 51-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്. എന്തെന്നറിയാമോ? രക്ഷയുടെ സന്തോഷം നീ എനിക്ക് തിരികെ തരണമേ. അർത്ഥാൽ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നതായ ആ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. എങ്ങനെയാണ് അത് നഷ്ടപ്പെട്ടു പോയത് എന്ന് ചോദിച്ചാൽ 51-ാം സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ തന്നെ അത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തിരുന്ന രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണമെന്തെന്ന് അതിൻ്റെ തലക്കെട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വായിച്ചാട്ടെ. സംഗീത പ്രമാണിക്ക്
ദാവീദിന്റെ ഒരു സങ്കീർത്തനം. അവൻ ബത്ശേബയുടെ അടുക്കൽ ചെന്ന ശേഷം നാഥാൻ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്നപ്പോൾ ചമച്ചത്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? ദാവീദിന് പോകാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് താൻ പോയിട്ട് ആരുമറിയാതെ മടങ്ങി വന്ന് കൊട്ടാരത്തിലായിരിക്കുമ്പോൾ ഉലകത്തിൽ ആരും കാണാത്ത കണ്ണുള്ള സർവശക്തനായ ദൈവം ദാവീദ് പോയ സകല വഴികളും നിരത്തി പ്രവാചകന്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, താമേ ദാവീദിനോട് ചെന്ന് പറയുക, നീ ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ പറഞ്ഞു. സ്തോത്രം. എങ്ങനെയാ ദാവീദ് പോയത്? ആ വാക്യങ്ങളൊന്നും കൂടുതൽ വിവരിപ്പാൻ സമയമില്ല എങ്കിലും ചില കാര്യങ്ങളൊന്ന് തൊട്ടുണർത്തുന്നത് നന്നായിരിക്കും. നാം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ബത്ശേബ എന്ന് പറയുന്ന സ്ത്രീയെ കണ്ട് താൻ മോഹിച്ച് തൻ്റെ ഭാര്യയായി എടുത്ത് താൻ നോക്കുമ്പോൾ തൻ്റെ കൂട്ടത്തിലുള്ള ഒരു പടയാളിയുടെ ഭാര്യയാണ് ബത്ശേബ. താൻ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ബത്ശേബയെ തനിക്ക് ഭാര്യയായി എടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഊരിയാവിൻ്റെ കയ്യിൽ തന്നെ സ്വത്രം ഒരു കത്തെഴുതി കവറിനകത്തിട്ട് ഒട്ടിച്ച്, ഈ കത്ത് ആരും വായിക്കാൻ പാടില്ല, പടനായകൻ മാത്രമേ വായിക്കാവൂ എന്ന് പറഞ്ഞത് ഊരിയാവിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. സ്തോത്രം. ഞാനത് ഒരിക്കൽ ധ്യാനിച്ചപ്പോൾ എന്നെ ഞെട്ടിപ്പിച്ചൊരു സംഭവം. ഈ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ നിരവധിയുണ്ട്. സ്തോത്രം. എന്തെന്നറിയാമോ? ഈ ഫോൺ സംഭാഷണങ്ങൾ, ഫോണിനകത്ത് തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. സ്തോത്രം. ചില ആൾക്കാർ ഫോണിലൂടെ സംസാരിച്ചാൽ പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാം വഴിയാണ് വിളിക്കുന്നത്, സംസാരിക്കുന്നത്. എന്നിട്ട് അവർ അതിനെ ഡിലീറ്റ് ചെയ്ത് കളയും. പക്ഷേ ഇവർക്കറിയത്തില്ല, നമ്മുടെ ഫോണിലൂടെ നാം വിളിച്ചാലും എന്തൊക്കെ തന്നെ മെസ്സേജ് അയച്ചാലും എത്ര നാം ഡിലീറ്റ് ചെയ്താലും അതെല്ലാം തിരിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം ചിലർക്ക് ഇതുവരെ അറിയത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ചിലർ ചാറ്റിങ്ങും ചീറ്റിങ്ങും എല്ലാം അതിനകത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഞാനൊരു സത്യം തുറന്ന് പറയാം. നാം ഏത് വഴി പോയാലും, ഉലകത്തിലൊരു റഡാറിലും പിടിച്ചില്ലെങ്കിലും, സർവശക്തനായ ദൈവം തൻ്റെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുമായിട്ട് സ്വർഗത്തിലിരുന്ന് മനുഷ്യപുത്രന്മാരെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നാം പോകുന്ന സകല വഴികളിലും ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഇരിക്കുന്നത്, കിടക്കുന്നത്, നടക്കുന്നത് എല്ലാം എൻ്റെ ദൈവം നന്നായിട്ട് അറിയുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മെ നന്നായി അറിയുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, നാഥാൻ പ്രവാചകൻ ചെന്ന് ദാവീദിനെ ഉണർത്തിച്ചൊരു കാര്യം ഇങ്ങനെയാണ്. ഒരുവൻ 1000 ആടുണ്ടായിരുന്നു, ഒരുവൻ ഒരു ആടേ ഉണ്ടായിരുന്നുള്ളൂ. 1000 ആടുള്ളവൻ്റെ വീട്ടിലൊരു അതിഥി വന്നപ്പോൾ ഒരാടുണ്ടായിരുന്നവൻ്റെ ആടിനെ പിടിച്ച് കറി വെച്ച് കൊടുത്തു. ആരാണവൻ? മരണയോഗ്യൻ, 4 ഇരട്ടി മടക്കി കൊടുക്കണം. എനിക്ക് വളരെ സന്തോഷത്തോടെ ഈ മൈക്രോഫോണിലൂടെ നിങ്ങളോട് പറയാനൊരു ആവേശം എന്തെന്നറിയാമോ? സ്തോത്രം. ആ രാജ്യത്തിലുള്ള സകല മനുഷ്യരും ഭയപ്പെടുന്ന മനുഷ്യനാണ് ദാവീദ്. ദാവീദിന്റെ മുഖത്ത് നോക്കി ഒരു വാക്ക് പറഞ്ഞാൽ കഴുത്തിന് മുകളിൽ തല കാണത്തില്ല. ഇന്ന് രാത്രി എനിക്കുള്ള സന്തോഷം, പ്രവചനാത്മാവ് ലഭിച്ചതായ പ്രവാചകന് തലയ്ക്ക് മുകളിൽ കഴുത്തല്ല, ദൈവം കൊടുത്ത അരുളപ്പാടാണ് ഒരു വിഷയം. സ്വത്രം സ്വത്രം. ആ ആത്മാവുള്ളവരാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം. അങ്ങനെയുള്ള പ്രസംഗങ്ങളെയാണ്, അങ്ങനെയുള്ള പ്രവചനങ്ങളെയാണ് യഥാർത്ഥ പ്രവചനം എന്ന് പറയുന്നത്. ഇങ്ങനെ അടിയൊഴുക്കുകൾ നടത്തുന്നവരുടെ തലയിൽ കൈവച്ച് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറയുന്ന ശാപത്തിന്റെ വാക്കുകളല്ല, പ്രത്യുത പാപിയുടെ തലയിൽ കൈവച്ച് നീ ചെയ്ത നീചകാര്യമാണെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള പ്രവാചകന്മാരെയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം. സ്തോത്രം സ്തോത്രം. പ്രവാചകന്റെ പ്രത്യേകത മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവനല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനാ. പുരോഹിതൻ മനുഷ്യന്റെ പാപത്തിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാണ് പുരോഹിതൻ. പ്രവാചകൻ മനുഷ്യരുടെ പാപത്തിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരല്ല, പ്രത്യുത പാപത്തെ ഉണർത്താൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണ് പ്രവാചകൻ. സ്വത്രം. പലരും ദാവീദ് ചെയ്ത പാപത്തെ കണ്ട് ഭയപ്പെട്ട് മാറി നിൽക്കുമ്പോൾ ഇതാ നാഥാൻ പ്രവാചകൻ വന്ന് അവന്റെ മുഖത്ത് വിരൽ ചൂണ്ടി പറയുകയാണ്, ആ മനുഷ്യൻ നീ തന്നെ. തൻ്റെ കഴുത്തിന് മുകളിൽ തല ഉണ്ടാകണമെന്നല്ല ആഗ്രഹം, പ്രത്യുത ദൈവഹിതം നിറവേറണം. ചില പ്രവചനങ്ങൾ ഇന്നും, ചില വെളിപ്പാടുകൾ ഇന്നും പലരെയും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്, ഒറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷേ വിഷയമല്ല
ഇന്നല്ലെങ്കിൽ നാളെയായാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. ഒരു കാരണവശാലും ഉലകത്തിന് മൂടിവെക്കാൻ പറ്റാത്ത ഒന്നാണ് സത്യമെന്ന് പറയുന്നത്. ഈ പുസ്തകത്തെ ഒതുക്കാൻ സകല കാലങ്ങളിലും പലരും എഴുന്നേറ്റിട്ടുണ്ട്. നാളിതുവരെ ആർക്കും ഇതിനെ അടച്ചുറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ദൈവത്തിൻ്റെ ഒരു വചനം ഇങ്ങനെയാണ് കിടക്കുന്നത്: ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളെ ആരും എന്തേലും മുദ്രയിടരുത്. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങളെ, പ്രവചന വാക്യങ്ങളെ മുദ്രയിടുവാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അതിൻ്റെ വക്താവായി ദൈവം എന്നെ തിരഞ്ഞെടുത്തതിൽ അഭിമാനമുണ്ട്. ഉലകത്തിലെ ഒരു ജോലിയിൽ വ്യാപൃതനായിരുന്ന എന്നെ അതിൽ നിന്ന് വിളിച്ച് ഇതിലാക്കിയപ്പോൾ അവിടെ വിശ്വസ്തനായിരുന്നത് കൊണ്ട്, അല്പത്തിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് അധികത്തിൽ വിചാരകനാക്കുന്ന ദൈവത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, ഇന്ന് പകൽക്കാലം സത്യത്തിന് വേണ്ടി നാം നിൽക്കണം. മുഖത്ത് നോക്കി നാം നിൽക്കരുത്. പ്രത്യുത മുഖത്ത് നോക്കി സത്യം പറയാൻ നമ്മൾ പഠിക്കണം. വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: സ്തോത്രം, ആവശ്യമില്ലാത്തടത്ത് പോയി ആവശ്യമില്ലാത്തത് ചെയ്തു. സ്തോത്രം, കുലപാതകവും വ്യഭിചാരവും താൻ ചെയ്തു. താൻ വിചാരിച്ചത് 10,000 പേർക്ക് തുല്യ ബലം എനിക്കുള്ളത് കൊണ്ട് ഇതൊക്കെ ദൈവം അങ്ങ് ക്ഷമിക്കും, ആരും എന്നോട് ചോദിക്കത്തില്ലെന്നാണ് താൻ ചിന്തിച്ചതെങ്കിലും ഉലകത്തിൽ ആരും ചോദിച്ചില്ല എങ്കിലും ചോദിക്കുന്നൊരു ദൈവം ഉണ്ടെന്നുള്ള സ്തോത്രം, സത്യം ഞങ്ങൾക്ക് ഈ ദേശത്തോട് വിളിച്ചു പറയുന്നതിൽ സന്തോഷമുണ്ട്. എന്നെ കേൾക്കുന്ന മാന്യമിത്രങ്ങളെ, നീ ചെയ്യുന്ന തെറ്റുകൾ, നീ ചെയ്യുന്ന പാപങ്ങൾ, നീ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങൾ ഉലകത്തിൽ നാളിതുവരെ ആരും ചോദിച്ചിട്ടില്ല എങ്കിലും വരും ദിവസങ്ങളിൽ നിന്നോട് ചോദിക്കുന്നൊരു ദൈവമുണ്ടെന്ന് വെളിപ്പെടുത്താനാണ് ഈ സുവിശേഷ യോഗം ഞങ്ങളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ചെയ്ത പാപത്തെ ഞങ്ങളോട് ചോദിക്കുകയും ഞങ്ങളെ ഉണർത്തിക്കുകയും അതിനെ ഞങ്ങളെ കൊണ്ട് ഏറ്റുപറയിപ്പിക്കുകയും ഈ പുസ്തകം ചുമപ്പിക്കുകയും ചെയ്തതിൻ്റെ പിന്നിൽ വ്യാപരിച്ചൊരു ദൈവശക്തി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാനൊരു സത്യമുണ്ട്: ഈ പുസ്തകത്തെ ഇന്നല്ലെങ്കിൽ നാളെയായാലും നിന്നെ കൊണ്ട് ചുമപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിന്നിലുള്ള പാപത്തെ ദൈവം നീക്കിയിരിക്കും. സ്തോത്രം, സ്തോത്രം. രക്ഷ നഷ്ടപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും? വായിക്കാം. 51-ാം സങ്കീർത്തനം 12-ാം വാക്യം വായിച്ചാട്ടെ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. അവിടെ നാം വായിച്ചത് ഇങ്ങനെയാണ്: താൻ പാപം ചെയ്തപ്പോൾ, രക്ഷ നഷ്ടപ്പെടുത്തിയപ്പോൾ തനിക്ക് നഷ്ടപ്പെട്ടത് സന്തോഷം. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ സിംഹാസനത്തിൽ നിന്നിരുന്ന് താൻ ഭരിക്കുന്നുണ്ട്, തൻ്റെ ആജ്ഞ സകലരും അനുസരിക്കുന്നുണ്ട്, പക്ഷെ ഉള്ളിൽ സന്തോഷമില്ല. സ്തോത്രം, 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 ഹല്ലേലൂയ. ഈ പുറമേ രക്ഷ നഷ്ടപ്പെടുത്തിയവരെ കണ്ടാൽ നമുക്ക് പിടികിട്ടത്തില്ല. പുറമേ രക്ഷ നഷ്ടപ്പെടുത്തിയവരെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നിങ്ങളാരും തെറ്റിപ്പോകാതിരിക്കാനാണ് ഇന്ന് രാത്രി ഞാനിതൊക്കെ പറയുന്നത്. സ്തോത്രം. അപ്പം രക്ഷ നഷ്ടപ്പെടുത്തിയാൽ ഒന്നാമത് സംഭവം, നിന്റെ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇന്ന് രാത്രി ദാവീദിനെ പോലെ പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ്. ഒരിക്കലും ഒരു പുള്ളിക്കാരൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഉടുപ്പില്ലാതിരിക്കുന്നതായിട്ടൊരു കാഴ്ച കണ്ടു പാസ്റ്റേ. പ്രാർത്ഥിച്ച് വന്നപ്പോഴാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്, വചനവിരുദ്ധമായൊരു ശുശ്രൂഷ ചെയ്യാൻ തന്നെ വിളിച്ചിരിക്കുന്നു. ആ ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞാൽ തൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ടു പോകും. നീതിയുടെ വസ്ത്രം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് സ്വത്രം നമുക്കിഷ്ടപ്പെട്ട വഴിയിൽ നടക്കാനല്ല, നമുക്ക് ബോധിച്ചതുപോലെ ജീവിക്കാനല്ല. പ്രത്യുത ഈ വസ്ത്രം ദൈവം തന്നിട്ട് ആദാം ഹവ്വ ദമ്പതിമാർക്ക് കൊടുത്തിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: വൃക്ഷത്തിൻ്റെ നടുവിൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്. ദൈവത്തിൻ്റെ വചനത്തിനപ്പുറത്ത് പിശാചിൻ്റെ വാക്ക് കേട്ടിട്ട് അത് തിന്നപ്പോൾ ഇരുവരും നഗ്നരായി മാറി. പൗലോസ് പറഞ്ഞൊരു വാക്യമുണ്ട്: ഞങ്ങൾ ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട്, അടുത്തതാൻ പറയുന്നു, നഗ്നരായിട്ടല്ല ജീവിക്കുന്നത്. പലവട്ടം പട്ടിണി കിടന്നു, പലവട്ടം ഉപദ്രവമേറ്റു, പലവട്ടം പൈതാഹം, ഉറക്കമിളപ്പ്, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിലും ഞങ്ങളുടെ ശരീരത്തിൽ ഉടുപ്പുള്ളവരായി തന്നെ ജീവിക്കുന്നു. കഷ്ടനഷ്ടങ്ങൾ വിഷയമല്ല, പ്രതികൂലങ്ങൾ വിഷയമല്ല. നിനക്ക് ദൈവം തന്ന നീതിയുടെ വസ്ത്രം
ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. സ്തോത്രം. ചിന്ത കർത്താവ്, ഈ ലോകത്തിൽ ദൈവമക്കൾ ഓടുന്ന ഓട്ടം ഉടുപ്പില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് ചിലത് നേടണമെന്നുള്ള ഓട്ടമാണ്. ഇതൊന്നും ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യമാണ്. ആമേ സ്തോത്രം. നമ്മളുടെ പാട്ടുകൾ പലതും കേട്ടു. ആമേ സ്തോത്രം. എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യം ഇങ്ങനെയാണ്. ആമേ സ്തോത്രം. നമ്മളെ എപ്പോഴും സ്നേഹിക്കുന്നൊരു ദൈവം. യേശു പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടി ഇരിക്കും. ഈ വിശ്വാസത്തിൽ നടക്കണം. പോയതാരറിഞ്ഞ്? സ്തോത്രം. ചില ആൾക്കാർ പറയും പോലെ കിളി പോയതറിയാതെ പലരും ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഉണ്ടെങ്കിൽ കാണിച്ചതാ. പൗലോസ് പറയും പോലെ ഞങ്ങളുടെ വിശ്വാസം, യാക്കോ പറയുന്നത് പോലെ ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ പ്രവൃത്തിയിൽ കാണിക്കും. സ്തോത്രം. ഇന്ന് രാത്രി ആമേ നഗ്നത ഉണ്ടെങ്കിൽ, ആമേ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ അവൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതിരിക്കാൻ ധരിക്കേണ്ടതിന് വെള്ളയുടെ പെണ്ണോട് വിലയ്ക്ക് വാങ്ങുവാൻ ഇന്ന് രാത്രി ദേശത്തോട് ദൈവാത്മാവ് വിളിച്ചു പറയുകയാണ്. ആരെങ്കിലും അവൻ നീതിയുടെ വസ്ത്രം നഷ്ടപ്പെടുത്തിയിട്ട് അവൻ കുടുംബത്തിനകത്ത് ദേശത്ത് ആയിരിക്കുന്നു എങ്കിൽ അവൻ മടക്കി പ്രാപിക്കാൻ 1-ാമത്തെ ദിവസം ദൈവത്തിന്റെ ആത്മാവ് ദേശത്തോട് ആലോചന പറയുകയാണ്. സ്തോത്രം. ഉൽപ്പത്തി 3:8 വായിച്ചാട്ടെ. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. പ്രൈസ് ദി ലോർഡ്. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? രക്ഷ നഷ്ടപ്പെടുത്തിയവർ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് ഓടാൻ തുടങ്ങി, ഒളിക്കാൻ തുടങ്ങി. സ്തോത്രം. ഈ വചനങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ രക്ഷ നഷ്ടപ്പെടുത്തിയത് ആരാണെന്ന് ഒരു പ്രവാചകനും തലയിൽ കൈവയ്ക്കാതെ ഈ തിരുവചനം ഉള്ളിലുള്ളവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. ഈ പലരും ദൈവസന്നിധിയിൽ വരാൻ മടിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇവർ പറയും പോലെ ന്യായങ്ങളൊന്നുമല്ല. പ്രത്യുത രക്ഷ നഷ്ടപ്പെടുത്തി ആ ദൈവം കൊടുത്ത വസ്ത്രവും കളഞ്ഞത് കൊണ്ടാണ് പലരും വരാൻ മടിക്കുന്നത്. സ്തോത്രം. നമുക്കറിയാമോ, ഏദൻ തോട്ടത്തിനകത്ത് വെയിലാറുന്ന സമയത്ത് യഹോവയായ ദൈവം ഇറങ്ങുമ്പോൾ ആ ദൈവ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ആദാം ഹവ്വ ദമ്പതിമാർ ഓടി വരുമായിരുന്നു. എന്നാൽ പാപം ചെയ്തപ്പോൾ ഓടി വരികയല്ല, ഓടി ഒളിക്കുകയായിരുന്നു. ചിലരൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നില്ലേ, പ്രാർത്ഥനകൾക്കും മറ്റു കാര്യങ്ങൾക്കും വരാതെ ഒളിക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ ആമേ സ്തോത്ര, രക്ഷ നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ്. അവരെ നോക്കിക്കൊണ്ട് ഇന്ന് രാത്രി അവൻ വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്, അവൻ നീ മടങ്ങി വരണം. എങ്ങനെ വരണം? എങ്ങനെ മടങ്ങി വരണം എന്ന് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയാം. അങ്ങനെ വന്നാൽ അത് ചാടിക്കേറിയൊന്നും ആരും വരണ്ട. സ്തോത്രം. രക്ഷ നഷ്ടപ്പെടുത്തിയവർ നഷ്ടപരിഹാരം കൊടുത്തു കയറിയാൽ മതി. സ്തോത്രം. അല്ലാതെ വെറുതെ കയറി വന്നാൽ അംഗീകരിക്കുന്ന ഒരു ദൈവത്തെയല്ല ഞാൻ ആരാധിക്കുന്നത്. ചിലർ പറയും പോലെ ദൈവം സ്നേഹമാണോ, നാം എന്ത് ചെയ്താലും സ്നേഹിക്കുന്ന ഒരു ദൈവമാണെന്ന് ഈ പുസ്തകത്തിൽ ഞാൻ ഇതുവരെ പഠിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. എബ്രായ ലേഖനത്തിൽ പൗലോസ് പഠിപ്പിക്കുന്ന ക്രിസ്തു ദഹിപ്പിക്കുന്ന അഗ്നിയത്രേ. സ്തോത്രം. ഇവരുടെയൊക്കെ വിചാരം എന്നും കോഴിത്തുവലിട്ട് തട്ടിത്തട്ടിയിരിക്കുമെന്നാണ് ചിലരുടെ തെറ്റിദ്ധാരണ. അല്ല, മാറും. സ്തോത്രം. മൂർച്ചയുള്ള ആയുധം ഒരിക്കലും എൻ്റെ ദൈവം എടുക്കും. സ്തോത്രം. രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് 2 ദൂതനുമുണ്ട്. ചിലർ ദൈവാത്മാവിനെ പ്രാപിച്ച അഭിഷേകമുണ്ട്. യോഹന്നാൻ പറഞ്ഞൊരു കാര്യം എല്ലാവരും മറന്നുപോയി, ഒരു കോടാലിയും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്തോടെ കൊടുത്തിട്ടുണ്ട്? നമുക്കാർക്കും ഇഷ്ടമല്ലാത്ത സാധനം. ഞങ്ങളുടെ വീട്ടിൽ ഒരെണ്ണം ഉണ്ട്. ഞങ്ങളെ വെട്ടാനല്ല, വിറക് വെട്ടാൻ വെച്ചിരിക്കുന്നത്. പക്ഷേ തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്ന കോടാലി വിറക് വെട്ടാനല്ല. ആമേ സ്തോത്രം. രക്ഷ നഷ്ടപ്പെടുത്തി മടങ്ങി വരാത്തവരുടെ ജീവിതത്തെ ആമേ സ്തോത്രം ആർക്കും വിടുവിക്കാൻ പറ്റാത്ത വിധത്തിൽ കീറാൻ എൻ്റെ ദൈവം ഒരു കോടാലി വെച്ചിട്ടുണ്ട്. പുറത്തു നിന്നൊരു കോടാലി എൻ്റെ ദൈവത്തിന് വാടകയ്ക്കെടുക്കേണ്ട കാര്യമില്ല. തമ്പുരാൻ തന്നെ ആമേ നമുക്കൊരു കോടാലി വച്ചിട്ടുണ്ടെന്ന് മത്തായി സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട്. സ്തോത്രം. എൻ്റെ ഉള്ളിൽ ചിരി വന്നത് വേറൊന്നുമല്ല. ചിലർ സങ്കീർത്തനം മാത്രമേ വായിക്കുള്ളൂ, അവിടുത്തെ കോടാലിയില്ല, വികാസമില്ല, ഒന്നുമില്ല. സ്തോത്രം. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടം ഈ സങ്കീർത്തനം. അതാണ് ഞാൻ സങ്കീർത്തനത്തിൽ നിന്ന് എടുത്ത് നമുക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ പ്രസംഗിക്കുമ്പോൾ ആരുടെയും മുഖം സന്തോഷത്തിൽ ഞാൻ കണ്ടിട്ടില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പം നിങ്ങൾ വിചാരിച്ച് സങ്കീർത്തനത്തിൽ കയറിയോണ്ട് ഇന്നെല്ലാം നല്ല സന്തോഷമായിരിക്കുന്നു. ആമേ സങ്കീർത്തനത്തിന് ഇറങ്ങിയപ്പോൾ നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി നാം തിരിച്ചറിയണം. സ്തോത്രം. ദൈവസന്നിധിയിൽ നിന്ന് ഓടുന്ന വ്യക്തി രക്ഷ നഷ്ടപ്പെടുത്തിയ വ്യക്തിയാണ്.
ഇനി ഒത്തിരി പറയാനുണ്ട്, സമയം പോകുന്നു. വായിച്ചാട്ടെ, ഉൽപ്പത്തി 3:10. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. നോക്കണം, അവിടെ വായിക്കുന്നത് ഭയം ഉള്ളിൽ കയറി. എന്ത് കയറി? ഈ രക്ഷിക്കപ്പെടുന്ന സമയത്തിൽ ആന മതമിളകി വന്നാലും ചെന്ന് കയറി കൊടുക്കും. എന്നാൽ രക്ഷ നഷ്ടപ്പെടുത്തിയാൽ ഒരു വൈറസ് എന്ന് കേട്ടാൽ മതി, ഓടി വീട്ടിൽ കയറും. കൊറോണ സമയത്ത് കൊറോണ പേഷ്യൻറ്റിനെ ഞാൻ എൻ്റെ ബൈക്കിൽ ഇരുത്തി കൊണ്ടുപോയിട്ടുണ്ട്. എന്നോടൊപ്പം നിന്ന് 7 പേർക്ക് കൊറോണ പിടിച്ച് എനിക്ക് കൊറോണ വന്നില്ല. സ്തോത്രം. എൻ്റെ വിശ്വാസം കൊറോണയോ ഇതൊന്നുമല്ല, രക്ഷിക്കുക എന്നുള്ള ഏക ലക്ഷ്യമായിരുന്നു. സ്തോത്രം, സ്തോത്രം. അതാണ് രക്ഷയുടെ ധൈര്യം. പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ അതിമഹത്തായ പ്രതിഫലമുള്ള ധൈര്യം നിങ്ങൾ തള്ളിക്കളയരുതെന്ന്. രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് കൊടുത്തിരിക്കുന്നത് കരോട്ടയുടെയും കുമ്പുവിൻ്റെയും കളരിയുടെയും ആയോധന കലകളുടെ ധൈര്യമല്ല പ്രത്യുത, രക്ഷയിലൂടെ വന്ന ഒരു ധൈര്യമുണ്ട്. ആ ധൈര്യം രക്ഷിക്കപ്പെട്ട വ്യക്തിക്കുണ്ട്. അതുകൊണ്ടാണ് മാർക്കോസിന്റെ മാളിക മുറിയിലിരുന്ന 120 പേർ ഭയപ്പെട്ടിരുന്നവരാണ്. പരിശുദ്ധാത്മാവ് അവരിൽ വന്നപ്പോൾ അവർ ധൈര്യത്തോടെ ദൈവവചനം സംസാരിപ്പാനിടയായെന്ന്. അങ്ങനെയാണെങ്കിൽ ദൈവവചനം പ്രസംഗിക്കുന്നവർ ഇതിനകത്ത് ധാരാളമുണ്ട്. ഇന്ന് രാത്രി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഭയപ്പെടുന്ന ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, സുബോധത്തിന്റെയും സ്നേഹത്തിന്റെയും ശക്തിയുടെയും ആത്മാവിനെ അത്രയും നമുക്ക് തന്നിരിക്കുന്നത്. സ്തോത്രം. ഈ പിശാചുക്കളെല്ലാം കൂടെ ചാടിക്കയറി നമ്മളെ പേടിപ്പിക്കാൻ നോക്കും. പിശാചുക്കളെല്ലാം കൂടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ തോന്നും? പേടിപ്പിക്കാൻ തോന്നും. സ്തോത്രം. ഇന്ന് വെളുപ്പിന് ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുക. സ്തോത്രം. പേടിക്കൊന്നും വേണ്ട നിങ്ങൾ. ഞാനും എൻ്റെ വൈഫും പിള്ളേരും വേറെ കുറച്ച് ആൾക്കാരുമായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് വരുമ്പോൾ ഞങ്ങൾ പോയ വഴിയിൽ കുറേ ആനകൾ ഇറങ്ങി ഭയങ്കരമായി പ്രശ്നം ഉണ്ടാക്കുക. അതുകൊണ്ട് അവിടെ നിന്ന് ആൾക്കാർ തടുത്ത് നിർത്തിയിരിക്കും. ഞാനും അങ്ങനെ നിൽക്കുക. ഞാൻ നോക്കുമ്പോൾ ആ ആനകളെക്കാൾ വലിപ്പമുള്ള ഒരു ആന, അതിൻ്റെ പുറത്തൊരു മനുഷ്യനിരിക്കുക, ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ട് വരികയാണ്. ഞാൻ സൂക്ഷിച്ചെൻ്റെ അടുത്തെത്താറായപ്പോൾ നോക്കിയപ്പോൾ ഞാൻ കണ്ടത് അത് ആനയല്ല, ഒരു കുരങ്ങനാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു, ഇതെന്തിനാ ഇത്രയും വലിപ്പമുള്ള കുരങ്ങനെ ഞാനിതുവരെയും കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. കണ്ണ് തുറക്കുന്നു. രാവിലെ 9 മണി തൊട്ട് 10:30 മണി വരെ ഈ വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. സ്തോത്രം. ഒന്നുമില്ലാത്ത പിശാചുക്കൾ, സ്തോത്രം, പൈശാചിക ശക്തികൾ എന്തോ ആണെന്നുള്ള ധാരണയിൽ വന്ന് നിൽക്കുകയാണ്. ആത്മാവിൽ 1.5 മണിക്കൂർ ആരാധിച്ച് ശാസിച്ചപ്പോൾ 3 ആഴ്ച കൊണ്ട് പിടിച്ചതായ കഫവും ചുമയും സ്തോത്രം അതുപോലെയുള്ള ശാരീരികമായ ക്ഷീണങ്ങൾ മുഴുവനും മാറി. സ്തോത്രം. വെറുതെയല്ല നമ്മൾ ഈ പ്ലാറ്റ്ഫോമിനകത്ത് നിൽക്കുന്നത്, ചിലതിനെ തകർക്കണം, ബലവാനെ പിടിച്ചു കെട്ടണം. ഇന്ന് രാത്രി വെറുതെയല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവന്റെ ബലമുള്ള കൈക്കീഴിൽ നാം താണിരുന്നാൽ തക്ക സമയത്ത് അവൻ നമ്മളെ ഉയർത്തുവാനിടയാകും. സ്തോത്രം. നാം എവിടെയാണ് പോകുന്നതെന്നും എന്താണ് പ്രസംഗിക്കുന്നതെന്നും നന്നായി നമ്മുടെ ദൈവം അറിയുന്നുണ്ട്. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു, ദേശത്തിൽ നാളിതുവരെ ഇളക്കിമറിച്ച് ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന ചില പൈശാചികമായ മണ്ഡലങ്ങൾ ഇന്ന് രാത്രി എൻ്റെ ദൈവം തകർത്തിട്ടുണ്ട്. ആ ഭീരുത്വത്തെ ദൈവം തകർക്കുന്നുണ്ട്. ഈ സുവിശേഷ മഹായോഗത്തിൽ വെളിപ്പെടുന്ന ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ള ദൈവവചനത്തിൻ്റെ മുൻപിൽ ചില പൈശാചിക മണ്ഡലങ്ങൾ വെട്ടേറ്റു മാറുന്നുണ്ട്. ഇനി തൊട്ട് ഇവിടെ സുവിശേഷത്തിൻ്റെ ജൈത്രയാത്ര തുടരുമെന്ന് തിരുവചനത്തിലൂടെ ഇന്ന് രാത്രി വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചിലരുടെ വെല്ലുവിളികൾ ഭയങ്കരമാണ്. സ്തോത്രം. ഒരിക്കൽ ഒരാൾ എന്നോട് പറഞ്ഞാണ്, ഈ ബൈബിളുമായിട്ട് അതുവഴി വന്ന കാലിനെ വെട്ടിക്കളയുന്നു. ബൈബിളുമായിട്ട് വന്ന, സത്യം പറയാൻ എനിക്ക് ചിരിയാണ് വന്നത്. കാരണം വേറെ ഒന്നുമല്ല, അവൻ്റെ കാലിനേക്കാൾ കുറച്ചുകൂടെ ആരോഗ്യം എൻ്റെ കാലിനുണ്ട്. സ്തോത്രം. അവൻ്റെ കൈയേക്കാൾ കുറച്ചുകൂടെ ആരോഗ്യം എൻ്റെ കൈക്കുണ്ട്. അവൻ തള്ളുമ്പോൾ ഞാൻ വീഴുമെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ തള്ളിയാൽ ചിലപ്പോൾ അവൻ വീഴുമെന്നാണ് എനിക്ക് തോന്നിയത്. 2 മാസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് 32,000 രൂപയുടെ കമ്പി കാലിലിട്ടുണ്ട് കിടക്കണമെന്ന്. ഇത്രയേ ഉള്ളൂ ലോകത്തിൻ്റെ ഭീഷണി. ഒരിക്കൽ 7 ദിവസത്തെ ഉപവാസത്തിൻ്റെ 5-ാമത്തെ ദിവസം ഒരു വെട്ടിച്ചാത്തി വെച്ചുകൊണ്ട് ഒരാൾ എന്നെ വെല്ലുവിളിച്ചു, ചോണയുണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞു. ഞാൻ കയറി ചെന്നു. നമ്മുടെ സിബി ബ്രദറിൻ്റെ വീട്ടിൻ്റെ താഴെ. പുള്ളി ഇപ്പം ഭൂമുഖത്തില്ല. സ്തോത്രം.
ഞാൻ അടുത്ത് ചെല്ലുന്നവരെയും വെട്ടിച്ചാത്തിച്ച് വാടാ വാടാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അടുത്ത് നമ്മൾ വെട്ടിച്ചാത്തി ദൂരെ എറിഞ്ഞിട്ട് സ്വോത്രം പാസ് എന്ന് പറഞ്ഞു. അന്ന് ഞാനൊരു പാഠം പഠിച്ചു. പിശാചിനെ കണ്ട് ഓടാനല്ല, കയറി ചെല്ലണം. പിശാചിനെ കണ്ട ചില പിശാചുക്കൾ ഇങ്ങനെ അല്പാൽപമായി വെളിപ്പെട്ട് നിൽക്കുകയാണ്. പൂർണ്ണമായി വെളിപ്പെടുന്നവരാണ് നമ്മൾ ഉണ്ടായിരിക്കണം. അവർ വിചാരിക്കണം അവരെ കണ്ട് പേടിച്ചിരിക്കുകയാണെന്ന്. സ്വത്രം കാരണം പൂർണ്ണമായി വെളിപ്പെട്ട ഈ പണ്ട് പിശാചിനെ ഒഴിപ്പിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി എത്ര പേരുണ്ടെന്ന് ചോദിക്കും. പിശാച് വെളിപ്പെട്ടിരിക്കുമ്പോൾ ഭാഷന്മാർ ചോദിക്കും, ഞാനല്ല വേറെ ഭാഷന്മാർ ഒഴിപ്പിക്കുന്ന കണ്ടിട്ടുള്ളതാണ്. സ്വത്രം ഇനി എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിക്കും. ഞങ്ങൾ 7-8 പേരുണ്ടെന്ന് പറയും. എല്ലാവരും വരട്ടെ എന്ന് പറയും. അതുവരെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. സ്വത്രം പൂർണ്ണമായി വെളിപ്പെട്ട് വരുമ്പോഴാണ് നമ്മൾ ആരാണെന്ന് വെളിപ്പെടുന്നത്. അതുവരെ നിങ്ങൾ നോക്കുമ്പോൾ മിണ്ടാതിരിക്കും. സ്വത്രം ചില ശക്തികൾ വെളിപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ മൗനമായിരിക്കുന്നത്. പൂർണ്ണമായി വെളിപ്പെട്ട് വരട്ടെ. ദൈവം ആരാണെന്ന് ദൈവം വെളിപ്പെടുത്തും. മല്ലനായ ഗോലിയാത്ത് 39 ദിവസം വെല്ലുവിളിച്ചിട്ടും കാണാത്തത് കൊണ്ടുള്ള പ്രത്യുത തൻ്റെ ഭക്തൻ ആരാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തുവാൻ എൻ്റെ ദൈവം കാത്തിരുന്നത് പോലെ ചില വിഷയങ്ങളിൽ എൻ്റെ ദൈവം കാത്തിരിക്കുന്നു. തക്ക സമയത്ത് അവൻ പ്രവർത്തിക്കും. സ്തോത്രം. രക്ഷ നഷ്ടപ്പെടുത്തിയാൽ നിന്റെ ഉള്ളിൽ ഭയം കയറും. ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് ഒരു വിഷയത്തിൽ ഒളിവിൽ കിടക്കുമ്പോൾ കാണാൻ പോയപ്പോൾ ആ വീട്ടിൽ ആൾ എന്നോട് പറഞ്ഞത് എങ്ങനെയാണ്, പാസ്റ്ററെ ഒരു ഓല വീണാലും ഇവന് ഭയങ്കര പേടി. ഭയങ്കര ഉള്ളിൽ തെറ്റ് ചെയ്തത് കൊണ്ട് ഓല വീഴുമ്പോൾ അവൻ ചിന്തിക്കുന്നത് പോലീസിൻ്റെ വണ്ടി കൊണ്ടിട്ട് ചവിട്ടിയെന്നാണ്. സ്വത്രം ഈ രക്ഷ നഷ്ടപ്പെടുത്തിയവർക്ക് ഭയങ്കര ഭീതിയാണ്. നിന്ന പ്രശ്നം, പോയ പ്രശ്നം, കിടന്നാൽ പ്രശ്നം, ഒരു സ്വസ്ഥതയില്ല. ഇതിൻ്റെ പേരാണ് രക്ഷ നഷ്ടപ്പെട്ടു പോയെന്ന്. ഇങ്ങനെ പ്രസംഗിച്ചു പോയാൽ ഇന്ന് തീരത്തില്ല. അതുകൊണ്ട് ആമേൻ സ്തോത്രം. 1 ശമൂവേലിൻ്റെ പുസ്തകം 18:8-9 ഒന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി 3:12 വായിച്ചാട്ടെ. അതിന് മനുഷ്യൻ, എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ഈ ചെയ്തത് എന്തെന്ന് ചോദിച്ചതിന്, പാമ്പ് എന്നെ വഞ്ചിച്ചു. നോക്കണം, പരസ്പരം പഴിചാരാൻ തുടങ്ങി. രക്ഷ നഷ്ടപ്പെട്ട കുടുംബങ്ങളിൽ എന്താണ്, ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും പഴിചാരാൻ തുടങ്ങും. അപ്പം പരസ്പരം പഴിചാരുമ്പോൾ ഓർത്തുകൊള്ളണം, രക്ഷ പോയിട്ട് മാസങ്ങളായെന്ന്. സ്തോത്രം. അടുത്ത ഭാഗം വായിച്ചാട്ടെ. 1 ശമൂവേലിന്റെ പുസ്തകം 18:10. 1 ശമൂവേൽ 18:10. ശൗൽ തൻ്റെ രക്ഷ നഷ്ടപ്പെടുത്തിയപ്പോൾ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് വായിച്ചാട്ടെ. ദൈവത്തിൽ നിന്നുള്ള ദുരാത്മാവ് ശൗലിൻ്റെ മേൽ. അപ്പോൾ നമ്മൾ രക്ഷ നഷ്ടപ്പെടുത്തിയാൽ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ, പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടുപോയാൽ വരുന്ന സാധനത്തിൻ്റെ പേര് ദുരാത്മാവെന്നാണ്. വായിച്ചാട്ടെ. അവൻ അരമനയ്ക്കകത്ത് ഉറഞ്ഞ് പറഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. തോരാതെ സംസാരിക്കും. ഈ രക്ഷ ഉള്ളവർ, രക്ഷിക്കപ്പെട്ടവർ ആമേ സ്തോത്രം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കത്തില്ല. പക്ഷെ രക്ഷ നഷ്ടപ്പെടുത്തിയവർ നിങ്ങൾ ചെന്ന് നോക്കണം. രക്ഷ നഷ്ടപ്പെടുത്തിയ കുടുംബത്തിൽ നാം ചെന്നാൽ തോരാത്ത സംസാരമായിരിക്കും. ഉറങ്ങാൻ കിടന്നാലും 2 മണി വരെ സംസാരിച്ചുകൊണ്ട് കിടക്കും. ഒന്നിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് കിടക്കും. അതല്ലെങ്കിൽ അടുത്ത് കിടക്കണവരോട് സംസാരിച്ചാണ്. നീ മിണ്ടാതെ കിടക്കാൻ പറഞ്ഞാൽ കിടക്കത്തില്ല, അവർ സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം ഉള്ളിലൊരു വെപ്രാളം. രക്ഷ നഷ്ടപ്പെടുന്നവർ അങ്ങനെ ആരെങ്കിലും കുടുംബത്തിനകത്തുണ്ടെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ. ഞാനല്ല, ഇവിടെ ദൈവദാസന്മാരുണ്ട്. പ്രത്യേകിച്ച് എബനേസർ പാസ്റ്റർ അതിന് ബെറ്ററാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഉറഞ്ഞു തുള്ളി നടക്കുന്ന കേസുകൾ രക്ഷ നഷ്ടപ്പെടുത്തിയതാണ്. അടുത്ത വായിച്ച 18:12. വളരെ ശ്രദ്ധിക്കണം. 18:12. യഹോവ ദാവീദിനോട് കൂടെ ഇരിക്കുകയും ശൗലിനെ വിട്ടുമാറുകയും ചെയ്തു. രക്ഷ നഷ്ടപ്പെട്ടു പോയാൽ ദൈവം നിന്നെ വിട്ടുമാറും. അതാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്. നിങ്ങളുടെയൊക്കെ തെറ്റിദ്ധാരണ എന്താ, എല്ലാ കാലത്തും ദൈവം നമ്മളോട് കൂടെ ഉണ്ടെന്നാണ്. അല്ല, നീ പാപം ചെയ്ത് കഴിഞ്ഞാൽ നിന്നോട് കൂടെ ഇരുന്ന ദൈവം നിന്നെ വിട്ടുമാറും. നീ അതറിയത്തില്ല. എത്ര പേരിൽ ദൈവമുണ്ടെന്ന് ഇന്ന് ഞാൻ വായിച്ച തിരുവചനങ്ങളോട് നിങ്ങൾ, മത്തായി സുവിശേഷം
ആമേ സ്തോത്രം. 27-ാം അധ്യായം 5-ാം വാക്യത്തിൽ വേഗത്തിൽ വായിച്ചട്ടെ. മത്തായി സുവിശേഷം 27:5. ചിലർ വിചാരിക്കുന്നത് പഴയ നിയമത്തിൽ മാത്രമേ അങ്ങനെയുള്ളൂ, പുതിയ നിയമത്തിനകത്ത് അങ്ങനെ ഇല്ല. അങ്ങനെ ഇത് ഞാൻ പറയാതെ പോയാൽ നിങ്ങൾ ആമേ ദുർവ്യാഖ്യാനം ചെയ്യും എന്നെനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഇതും കൂടെ പുതിയ നിയമത്തിലെ വാക്യം കൂടെ വായിച്ച് കേട്ടിട്ട് നിങ്ങൾ പോയാൽ മതി. വായിച്ചാട്ടെ 27:5. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ യൂദാ ഇസ്കരിയോത്താവ് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത് കിട്ടിയ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞു കളഞ്ഞു. അടുത്ത ചെന്ന് കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. സ്തോത്രം. രക്ഷ നഷ്ടപ്പെടുത്തി കളയരുത്. സ്തോത്രം. രക്ഷ നഷ്ടപ്പെടുത്തിയാൽ ചിലപ്പോൾ ദൈവം നിന്നെ വിട്ടുകളയും, ഉമിണ്ണുകളയും. ഈ രക്ഷിക്കപ്പെട്ടവരൊക്കെ തൂങ്ങണമെന്ന് പറയുകയാണെങ്കിൽ ഓർത്തോളണം ഈ സംഗതി എവിടെ വിട്ട് പോയെന്ന്. പണ്ടൊക്കെ തൂങ്ങിച്ചാകുന്ന ഒരു പെന്തക്കോസിനകത്ത് ഇല്ലായിരുന്നു. ഇപ്പം പലരും ഉണ്ട്. പിന്നെ പലരും ഈ ഒറ്റ വാക്ക് വെച്ചാണ് പലരെയും കുടുംബങ്ങൾ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ തൂങ്ങും. ഞാൻ എന്ത് ചെയ്യും? രക്ഷ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടുള്ള കുഴപ്പമാണ്. നമുക്കാർക്കും അങ്ങനെ തോന്നിയിട്ടില്ല. പണ്ടൊക്കെ എനിക്ക് മരിക്കത്തക്ക രോഗം പിടിക്കുന്ന സമയത്ത് ഞാൻ സ്റ്റഡിയായിട്ട് കിടക്കും. എന്തിനെന്നറിയാമോ? കർത്താവേ നിൻ്റെ സന്നിധിയിൽ അങ്ങോട്ട് വരട്ടെ, വല്ലവരും വന്ന് നിൻ്റെ കൈയും കാലും പിടിച്ച് നോക്കണ്ടെന്ന് പറഞ്ഞാണ് കിടക്കേണ്ടത്. സ്തോത്രം. രക്ഷിക്കപ്പെട്ടതിൻ്റെ അന്നോട്ട് മരണഭയമൊന്നുമില്ല, എന്ത് വന്നിട്ടും പേടിയില്ല. സ്തോത്രം. ചിലർക്ക് ഒളിച്ചോട്ടമാണ്, കയറന്വേഷിച്ച് നടക്കുകയാണ്. ഞാൻ തൂങ്ങുമെന്ന്. ഇതാരുടെ ലക്ഷണമെന്നറിയാമോ? രക്ഷ നഷ്ടപ്പെട്ടവൻ്റെ ലക്ഷണം. ഇന്ന് രാത്രി അങ്ങനെയുള്ള ടെൻഡൻസി നിന്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു മടങ്ങി വരവിനാണ് ഈ സുവിശേഷ യോഗം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ള സത്യം തിരിച്ചറിയണു. പുറത്ത് പറയാൻ മാനക്കേടുള്ളത് കൊണ്ട് ചിലത് ഞാൻ വിട്ടുപോകുകയാണ്. ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. സ്തോത്രം. സ്തോത്രം. ഒത്തിരി ആൾക്കാർ ദൈവമക്കളിപ്പോൾ ഇങ്ങനെ മരിച്ചാൽ മതി, എങ്ങനെയെങ്കിലും ഒന്ന് ചത്താൽ മതി എന്ന് പറഞ്ഞ് പരിതപിക്കുന്നവരോട് പറയാം, നിന്റെ രക്ഷ നഷ്ടപ്പെട്ടു പോയി. മടങ്ങി വരാൻ ഇന്ന് രാത്രി ദൈവം ഒരു അവസരം നിനക്കൊരുക്കുന്നുണ്ട്. സ്തോത്രം. ഒന്ന് വായിച്ചട്ടെ. സ്തോത്രം. 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ തന്നെ 2 ശമൂവേലിൻ്റെ പുസ്തകം 17:23 ഒന്ന് വായിച്ചട്ടെ. ഒരു ദൂതാണ് അഹീത്തോഫേലിന് സംഭവിച്ചൊരു വിഷയം. ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ അഹീത്തോഫേൽ തന്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ, നോക്കണം, ദുരാലോചന കൊട്ടാരത്തിനകത്ത് രാജാവിന് കൊടുത്തു. എന്നാൽ ദുരാലോചന കൊട്ടാരത്തിൽ ആർക്കെതിരെന്നറിയാമോ? ദൈവത്തിൻ്റെ അഭിഷിക്തനായ ദാവീദിനെതിരെയാണ് ദുരാലോചന കൊടുത്തത്. ഈ അഭിഷേകം പ്രാപിച്ചവർക്കെതിരെ ഗൂഢാലോചന ആരും ഉണ്ടാക്കിക്കളയല്ലേ. ദൈവസഭയ്ക്കെതിരെ കൂട്ടുകെട്ടുകളൊന്നും ഉണ്ടാക്കിക്കളയരുത്. അതൊക്കെ തമ്പുരാൻ നിഷ്പ്രയാസം പൊളിച്ചു കളയുമെന്ന്. സ്വത്രം. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. ദാവീദിനെതിരെ ഗൂഢാലോചന നടത്തിയ അഹീത്തോഫേലിൻ്റെ ആലോചനയെ എൻ്റെ ദൈവം അബദ്ധമാക്കി കളഞ്ഞു. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ഈ പന്തലിനകത്തിരിക്കുന്ന ആരുടെയൊക്കെയോ ജീവിതത്തിനെതിരെ ശത്രു കെട്ടുന്നതായ ചില ചില ദുരാലോചനകൾ, ചില ഗൂഢാലോചനകൾ നിന്റെ ആരാധനയ്ക്കും നിന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ സുവിശേഷ പ്രവർത്തനത്തിനും ആമേൻ നിന്റെ ജീവിതത്തിൽ നിന്റെ തലമുറകൾക്കുമെതിരെ ഗൂഢാലോചനകൾ നടത്തുന്നതായ ചില വ്യക്തികളെ ഇന്ന് രാത്രി എൻ്റെ ദൈവം കാണുന്നുണ്ട്, എൻ്റെ ദൈവം ദർശിക്കുന്നുണ്ട്. അതിനെ അബദ്ധമാക്കുന്ന ഒരു ദൈവശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. സ്തോത്രം. 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 ദൈവമക്കളെ, ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. ദൈവം അറിയാതെ നമ്മുടെ തലയിലെ ഒരു രോമം നിലത്തി വീഴാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ മിനിസ്ട്രിയെയും, സ്തോത്രം, നിന്റെ പ്രവർത്തനങ്ങളെയും നിന്റെ തലമുറകളെയും ദൃഷ്ടി വെച്ച് പോരാടുന്ന ചില ഗൂഢാലോചന ശക്തികളുണ്ടല്ലോ. ആമേ സ്തോത്രം. നമുക്കത് ചിലപ്പോൾ നിസാരമായിരിക്കും. പക്ഷേ തിരുവചനം പഠിക്കുമ്പോൾ ഇന്ന് രാത്രി വ്യക്തമായി ആമേ ചില അഹീത്തോഫേലുമാര് ആലോചനകളുമായി നിനക്കെതിരെ എഴുന്നേറ്റ് നിൽപ്പുണ്ട്. എന്നാൽ അതിനെ അബദ്ധമാക്കാൻ സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിൽ നിന്ന് വിളിച്ചു പറയാം, അങ്ങനെ ഉള്ളതിനെ അബദ്ധമാക്കാൻ എൻ്റെ ദൈവത്തിനറിയാം. വീണ്ടും വീണ്ടും എൻ്റെ ഉള്ളിൽ ആ ചിന്ത വരുന്നു. ആരെങ്കിലും ഈ ശബ്ദപരിധിക്കുള്ളിൽ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്കും ദൈവസഭയ്ക്കും ദൈവമക്കൾക്കുമെതിരെ
എന്തെങ്കിലും ഗൂഢാലോചനകളിലൂടെ നീങ്ങുന്നുണ്ടെങ്കിൽ ഇന്ന് നിനക്കൊരവസരം പിന്മാറാൻ തരുന്നു. ഇല്ലെങ്കിൽ നിന്നെ എന്ത് ചെയ്യുമെന്നറിയാമോ? വായിച്ചട്ടെ ആ വാക്യം. എന്നാൽ അഹീതോഫേൽ തന്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി തന്റെ പട്ടണത്തിൽ വീട്ടിലേക്ക് ചെന്ന് വീട്ടുകാര്യം ക്രമപ്പെടുത്തിയ ശേഷം കെട്ടിഞ്ഞാന്നു മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഗൂഢാലോചന നടത്തിയവൻ തൻ്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ ചെന്ന് കെട്ടിഞ്ഞാണ് ചത്തുകളഞ്ഞെന്ന്. നിന്നെ രക്ഷയിലേക്ക് നയിച്ചത് അവൻ പകുതി വഴിയിൽ പട്ടുപോകാനല്ല ദൈവം വിളിച്ചത്. നിന്നെ നശിപ്പിച്ച് കളയാനല്ല ദൈവം നിന്നെ വിളിച്ചത്. മരുഭൂമിയിൽ നിന്നെ അടക്കാനല്ല എന്നെ ദൈവം വിളിച്ചത്. ഒരു കനാന്റെ വാഗ്ദത്തം തന്നിട്ട് എന്റെ ദൈവം നിന്നെ പുറപ്പെടുവിച്ചത് അടിമ വീടായ മിസ്രൈമിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്നത്. പാപത്തിന്റെ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന നിന്നെ തന്റെ തങ്കിലെ ചോര കൊണ്ട് വിലയേറിയ രക്തം കൊണ്ട് നിന്നെ വീണ്ടെടുത്തത് നിന്നെ അക്കരെ എത്തിക്കാനാണ്, കനാൻ ദേശത്തെത്തിക്കാനാണ്. പകുതി വഴിയിൽ വെച്ച് കെട്ടിഞ്ഞാണ് ചാകാനല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 32-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ അസ്ഥികളൊക്കെ ദ്രവിച്ചു പോയെന്നാണ് എഴുതിയിരിക്കുന്നത്. പാപം ചെയ്ത ദാവീദിൻ്റെ ജീവിതത്തിൽ നിസാരമായിട്ട് പിന്മാറ്റത്തെക്കാണ് നമ്മളതിനിട്ടിരിക്കുന്ന പേരാണ് പിന്മാറ്റം. സ്തോത്രം. ഇന്ന് രാത്രി ദേശത്ത് ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും പിന്മാറ്റത്തിലായിരിക്കുന്നെങ്കിൽ മടങ്ങി വരാനുള്ള ഒരാഹ്വാനം ഞാൻ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുകൊണ്ട് ദേശത്തോട് വിളിച്ചു പറയുകയാണ്. നീ മടങ്ങി വരണം, അർത്ഥാൽ മാനസാന്തരപ്പെടണം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു നിന്ന് വിളിച്ചു പറഞ്ഞൊരു വചനം കേറ്റി പറയും, അല്ലല്ല, നീ മാനസാന്തരപ്പെടാഞ്ഞാൽ അങ്ങനെ തന്നെ നശിച്ചു പോകും. എങ്ങനെ? കെട്ടിഞ്ഞാണ് ചത്തുപോകും. സ്വത്രം. കെട്ടിത്തൂക്കി ചാകാനല്ല വിളിച്ചത്, മാനസാന്തരപ്പെട്ട് മടങ്ങി വരാനാണ് ദൈവം വിളിക്കുന്നത്. രക്ഷ നഷ്ടപ്പെടുത്തിയവർ എന്ത് ചെയ്യണം? വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 32-ാം അധ്യായം 5-ാം വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു. സ്തോത്രം. രക്ഷ നഷ്ടപ്പെടുത്തിയവർ എവിടെ വീണെന്ന് കാണിച്ചു കൊടുക്കണം. നിൻ ചെയ്ത പാപം ദൈവത്തോട് അറിയിക്കണം. എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നപ്പോൾ ഇതാ എൻ്റെ ചേച്ചി ഫ്രണ്ട് ഇരിപ്പുണ്ട്. അവക്കറിയാം ഞാൻ ചെയ്ത തെറ്റ്. എൻ്റെ പാസം മുമ്പിൽ കാലിൽ പിടിച്ച് കരഞ്ഞു ഞാൻ. സ്തോത്രം. മറച്ചു വെച്ചില്ല. നീ ചെയ്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ ചെയ്തെന്ന് പറഞ്ഞു. ധൈര്യക്കുന്ന അൽജോയ് പാസും ഞാനും ഒരുമിച്ചാണ് കർത്താവിൻ്റെ വേല ചെയ്തത്. അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്നെ വളരെ ഞെട്ടിപ്പിച്ചു. ഞാനും ഷാവു പാസും മിനിസ്ട്രിയിലായിരുന്ന സമയത്ത് അവസാനം സ്റ്റേജ് വെച്ച് കെട്ടാനും സിസ്റ്റം വയ്ക്കാനും ഞങ്ങൾ രണ്ടുപേരെ കാണത്തുള്ളൂ. റാണി സഹോദരി പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ മാത്രമേ ഉള്ളോ, രണ്ടുപേരേ ഉള്ളോ ടീമിലെന്ന്. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി പറയാം, അന്ന് രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് രണ്ടുപേരെയും 2 ലീഡർമാരാക്കി എൻ്റെ കർത്താവ് മാറ്റി. ദൈവവചനം പഠിപ്പിക്കുന്നു, ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരത്തില്ല. ദൈവവചനത്തിൽ ഇന്ന് രാത്രി പിന്മാറിപ്പോയവരെ നോക്കിക്കൊണ്ട് എനിക്ക് പറയാനുള്ളത്, നീ മറച്ചു വച്ചിരിക്കുന്ന പാപങ്ങളെ ദൈവത്തിൻ്റെ മുമ്പിൽ തുറന്നു കാട്ടണം. ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് നെടുമ്പാട് ദൈവസന്നിധിയിൽ കിടന്നതുപോലെ നാം നമ്മുടെ പാപം ദൈവത്തോട് അറിയിച്ചാൽ, ഏറ്റുപറഞ്ഞാൽ അവൻ നമ്മുടെ ലംഘനങ്ങളെ ക്ഷമിക്കും. എത്ര ദിവസം നാം നമ്മുടെ പാപം മൂടി വയ്ക്കുമോ അത്രയും ദിവസം ദൈവം നമ്മളോട് പോരാടിക്കൊണ്ടിരിക്കും. സ്വത്രം. സ്വത്രം. ഈ നമ്മൾ നിസാരമായിട്ട് പാപത്തെ കാണരുത്. പണ്ടൊരാൾ പറഞ്ഞല്ലേ, ഈ ദൈവം ഇത്രയും കോപിക്കാനുള്ള കാരണം എന്താണ്? ഒരാപ്പിളല്ലേ അവ പറിച്ച് കഴിച്ചോളാം. എത്രയോ ആപ്പിൾ കിലോ കണക്കിന് ഇവിടെ ഫ്രൂട്ട്സ് കടയിലൊക്കെ ഇരിക്കുന്നു. സ്തോത്രം. ആപ്പിളല്ല വിഷയം, കൽപ്പന ലംഘനമാണ് പാപം. നിനക്ക് ചിലപ്പോൾ ഈ പാപം നിസ്സാരമായിരിക്കാം, പക്ഷേ ഇന്ന് പകലിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാ വിളിച്ചു പറയുന്ന ദൂതേറ്റെടുത്തോ. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല, എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം എന്ത് ചെയ്തു? ക്ഷമിച്ചു തന്നു. ദൈവം നമ്മുടെ പാപത്തെ ക്ഷമിക്കാതെ
നേരത്തെ പറഞ്ഞതായ വിഷയത്തിനൊന്നും വിടുതലുണ്ടാകത്തില്ല. അർത്ഥാൽ ഭയത്തിന് മാറ്റം വരത്തില്ല. ആമേ സ്തോത്രം. നഗ്നതയ്ക്ക് മാറ്റം വരത്തില്ല. ആമേ സ്തോത്രം. ആമേ സ്തോത്രം. സന്തോഷത്തിന് മാറ്റം വരത്തില്ല. എന്ന് നാം മടങ്ങി വരുമോ അന്ന് നഷ്ടപ്പെട്ടു പോയ സകലത്തെയും എൻ്റെ ദൈവം മടക്കി തരുമെന്ന് ഇന്ന് രാത്രി തിരുവചനത്തിലൂടെ ഈ ദേശത്തോട് വിളിച്ചു പറയുമ്പോൾ എത്ര പേർക്ക് ഇന്ന് രാത്രി കർത്താവേ എനിക്ക് മടങ്ങി വരണം, ഈ രക്ഷയുടെ സന്തോഷം എനിക്ക് വേണം, ഈ നീതിയുടെ വസ്ത്രം എനിക്ക് വേണം എന്ന് എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രി പറയുവാൻ കഴിയും? ഞാൻ വിശ്വസിക്കുന്നു ഈ ദേശത്ത് അനേകർ രക്ഷ നഷ്ടപ്പെടുത്തിയവരുണ്ട്. നമ്മുടെ ഇപ്പോൾ ചർച്ചയിൽ വരുന്ന മാളും ആമേ സ്തോത്രം രക്ഷ നഷ്ടപ്പെടുത്തി ഇപ്പോൾ മടങ്ങി വരുന്നു. ആ മുഖത്ത് ഇപ്പോൾ ആ സന്തോഷമുണ്ട്. ആമേ സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന അൻജോയ് പാസ്റ്റർ കഴിഞ്ഞ ദിവസം ഞാൻ ഫോണിലൂടെ വിളിച്ച് അദ്ദേഹത്തോട് ആമേ പറഞ്ഞിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. സ്തോത്രം. ഞാൻ ചോദിച്ചു, ഇതേപോലെ രക്ഷ നഷ്ടപ്പെടുത്തിയവരുടേതായ ഒരു ലിസ്റ്റിൽ ഞാൻ നിങ്ങളെയും കൂടെ ചേർക്കട്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ധൈര്യമായിട്ട് പറയാൻ പറഞ്ഞു. സ്തോത്രം. ഞാൻ ആദ്യം അൻജോയ് പാസ്റ്റർ കാണുന്നത് മൂല കായലിൽ ഞാനും ജോണി പാസും ജയം ബ്രദറുമായിട്ട് വല വീശിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു സൈക്കിൾ, അന്ന് ആ സൈക്കിൾ ഇന്നത്തെ ബുള്ളറ്റിൻ്റെ വിലയുണ്ട്, സൈക്കിളിൽ വന്നിറങ്ങി ഞങ്ങളിൽ നിന്ന് വല മേടിച്ച് പുള്ളിക്കാരൻ വീശി. കുറച്ച് കഴിഞ്ഞ് താൻ പോയപ്പോൾ അൽജോയ് പാസ് പറഞ്ഞു ഇദ്ദേഹം ദൈവവേലക്കാരനായിരുന്നു, ഇപ്പം ദൈവവേല ചെയ്യുന്നില്ല, അല്പം പിന്മാറ്റത്തിലാണ്. പിന്നെ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് നമ്മുടെ സ്തോത്രം വെങ്ങാനൂർ ചാവടി നിന്നും സ്തോത്രം ചാടി നിന്നും ഞാൻ വെങ്ങാനൂട്ട് വരുമ്പോൾ ഇദ്ദേഹം കറുത്ത ജീൻസ് പാൻറ് ഒരു ഷർട്ടും ഷൂ ഒക്കെ ഇട്ട് ഇങ്ങനെ ആകാശത്ത് നോക്കി നടന്നു പോകുന്നൊരു കാഴ്ച ഞാൻ ഞെട്ടിപ്പോയി. ആമേ സ്തോത്രം. പിന്നെ കണ്ടത് വീട് പൊളിക്കുന്നുണ്ട്. ആമേ സ്തോത്രം. നമ്മുടെ ഊളമ്പാറ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ പലപ്പോഴും പ്രാർത്ഥനയ്ക്കും മറ്റു പല കാര്യങ്ങൾക്കും താൻ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടോ. തൻ്റെ സുബോധം നഷ്ടപ്പെട്ടു പോയി. റോമാലേഖനത്തിൽ പൗലോസ് 1-ാം അധ്യായത്തിൽ വിളിച്ചു പറഞ്ഞൊരു വാക്യമുണ്ട്. ആമേ സ്തോത്രം ചെയ്യുന്നു. എന്തെന്നറിയാമോ? ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, അറിഞ്ഞ ഈ രക്ഷയെ നീ പരിപാലിപ്പാൻ കഴിഞ്ഞില്ല എങ്കിൽ, ഉചിതമല്ലാത്തത് ചെയ്യാൻ ദൈവം നിന്നെ നികൃഷ്ട ബുദ്ധി കേൾപ്പിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ ദൈവത്തെ പേടിക്കണമെന്ന്. മര്യാദയ്ക്കും മാനത്തിനും ഈ രക്ഷയെ നീ സൂക്ഷിച്ചില്ലെങ്കിൽ ആമേ സ്തോത്രം ദൈവം നിന്നെ എവിടെ എടുത്ത് കളയുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഏത് ബുദ്ധി കേൾപ്പിച്ചു കൊടുക്കുമെന്ന് പറയാൻ കഴിയത്തില്ല. ഒരിക്കൽ ഞാൻ ഊളമ്പാറ ആശുപത്രിയിൽ ഒരാളെ കാണാൻ പോയി. ഞാൻ ചെന്ന് ആ വ്യക്തിയോട്, സെല്ലിനകത്ത് കിടക്കുന്ന വ്യക്തിയോട് സംസാരിച്ചണിക്കുമ്പോൾ അപ്പുറത്തെ സെല്ലിൽ കിടക്കുന്ന ആൾ ഭയങ്കര ചീത്ത വിളി. അപ്പോൾ ചീത്ത വിളിച്ചപ്പോൾ ഞാൻ കാണാൻ ചെന്ന ആൾ പറഞ്ഞ വാക്കെന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞു. എൻ്റെ പാസ്റ്ററാണ് ഈ നിൽക്കുന്നത്, പാസ്റ്റർ നീ ചീത്ത വിളിച്ചാൽ നിൻ്റെ ആൾക്കാർ വരുമ്പോൾ ഞാനും നിന്നെ ചീത്ത വിളിക്കുമെന്ന്. സ്തോത്രം. എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞ സംഭവം മറ്റൊന്നുമല്ല, ബോധമില്ലാത്തവനാണെങ്കിലും പാസ്സാരാണെന്ന് മനസ്സിലായി, പാസ്റ്റർ ചീത്ത വിളിക്കാൻ പാടില്ലെന്ന് മനസ്സിലായി, പാസ്റ്റർക്കെതിരെ ഗൂഢാലോചന നടത്താൻ പാടില്ലെന്ന് ബോധമില്ലാത്തവനറിയാം, ബോധമുള്ളവർക്ക് അറിയത്തില്ലെന്ന്. സ്തോത്രം. കൃപയാൽ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ രാജു പാസ് ഉൾപ്പെടെ പ്രാർത്ഥിച്ച വിഷയമാണ്. കർത്താവിൻ്റെ ദാസൻ വന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേ സ്തോത്രം. ഞങ്ങളുടെ ചർച്ചയിൽ 1-2 കേസിന് പിശാചിളകിയപ്പോൾ ദൈവദാസനാണ് വന്ന് പ്രാർത്ഥിച്ചത്. സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്തെന്ന് ചോദിച്ചാൽ, ഈ രക്ഷയെ നീ ഗണ്യമാക്കാതെ പോയാൽ, നിനക്ക് ദൈവം ദാനമായി തന്ന ഈ രക്ഷയെ നീ അലക്ഷ്യമാക്കി കളഞ്ഞാൽ, നിന്നെ ഏത് കാറ്റഗറിയിൽ എടുത്തിടുമെന്ന് ഉലകത്തിൽ ഒരു മനുഷ്യനും പ്രവചിക്കാൻ കഴിയത്തില്ല, ഉലകത്തിൽ ഒരു മനുഷ്യനും പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ രക്ഷ പ്രാപിച്ച വ്യക്തികൾ, അദ്ദേഹം വെച്ച കൺവെൻഷൻ യോഗത്തിൽ തൻ്റെ പ്രസംഗം കേൾക്കാൻ ഞാനും ഭാര്യയായിട്ട് പോയി. അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കെന്നെ ഭയങ്കരമായി ഞെട്ടിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മടങ്ങി വരാനൊരവസരം ദൈവം തന്നു, നിങ്ങൾക്കത് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാന്യദേശമേ, നീ പിന്മാറ്റത്തിലാണെങ്കിൽ മടങ്ങി വരാൻ ഇതാണ് സുപ്രസാദകാലം, ഇതാണ് നിന്റെ രക്ഷയുടെ ദിവസം. ഇന്ന് രാത്രി നീ മടങ്ങി വരുമെങ്കിൽ, നിൻ കാൽവരി ക്രൂശിലേക്ക് നോക്കിക്കൊണ്ട് നിന്റെ പാപത്തിന് പരിഹാരമായി യാഗമായി തീർന്ന ആ യേശുവിൻ്റെ മുഖത്തേക്ക് ഇന്ന് രാത്രി ഒന്ന് നോക്കി, അവസാന തുള്ളി രക്തം വരെയും നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചിന്തി. സ്തോത്രം. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി നിൽക്കുമ്പോൾ
ആ യേശുവിനെ പ്രാരംഭ ദിവസം ഞങ്ങൾ ഇവിടെ നിന്ന് ഉയർത്തുന്നു. എന്തിനെന്നറിയാമോ? നിന്റെ രക്ഷയ്ക്ക് വേണ്ടി, നിന്റെ മടങ്ങി വരവിന് വേണ്ടി. നീ നശിച്ചു പോകാതെ, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ വേണ്ടി ഇന്ന് രാത്രി ഈ സുവിശേഷ യോഗത്തിൻ്റെ പ്രാരംഭ ദിവസം ഇവിടെ നിന്ന് ഈ തിരുവചനം നിങ്ങളോട് വിളിച്ചു പറയുമ്പോൾ, എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, നിനക്ക് മടങ്ങി വരുവാൻ മനസ്സുണ്ടോ? പ്രാരംഭമായ രക്ഷയെക്കുറിച്ച് പറഞ്ഞു. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞാൽ ഏത് പാപിക്കും രക്ഷപ്പെടാം. പിന്മാറ്റക്കാരൻ അങ്ങനെ പറ്റത്തില്ല. തൻ്റെ സകല ലംഘനങ്ങളെയും ദൈവത്തോട് ഏറ്റുപറയണം, അനുദപിക്കണം. ദാവീദ് പ്രാർത്ഥിച്ചില്ലേ? മടക്കി തരണമേ.